ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വരാന്ത റേസ് മലയാളം യൂട്യൂബ് ചാനൽ. നമ്മൾ ജനറൽ അവയർനെസ്സിൻ്റെ എക്കണോമിക്സിൻ്റെ 12ാമത്തെ ക്ലാസ്സാണ് എത്തി നിൽക്കുന്നത്. പോവർട്ടി, ഇന്നത്തെ ടോപ്പിക്ക് പോവർട്ടിയാണ്. ഇന്ന് റെക്കോർഡ് സെഷനാണ്, ലൈവ് സെഷനല്ല. ഓക്കെ, നമ്മൾ കഴിഞ്ഞ 11-12 ക്ലാസ്സുകളായിട്ട് അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് പോവർട്ടി, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ക്ലാസ് ഞാൻ ബ്രീഫ് ചെയ്താൽ ഇനി എന്തൊക്കെ പെൻഡിങ് ഉള്ളതെന്ന്, 5 ഇയർ പ്ലാൻ, അതുപോലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. ഏകദേശം നമ്മൾ എക്കണോമിക്സിൻ്റെ ലാസ്റ്റ് എത്താറായി. നമുക്കിനി PYQs ഒരു ഡേ ഞാൻ വെക്കുന്നുണ്ട്. നമുക്കത് എന്താണ് ഇമ്പോർട്ടൻസ് ആയിട്ട് എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കതും ഉടനെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. എന്നിട്ട് പോവർട്ടിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കോർ കോൺസെപ്റ്റ് മാത്രമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. എടുക്കാമല്ലോ. യെസ്, പോവർട്ടി എസ്റ്റിമേഷൻ എന്താണ് അല്ലേ? ദാരിദ്ര്യം എന്താണ്? ദാരിദ്ര്യം നമ്മൾ എന്ത് ചെയ്യണം? എസ്റ്റിമേറ്റ് ചെയ്യാൻ. എത്രത്തോളമാണ് ദാരിദ്ര്യം കണക്കെടുക്കണം. അതിൻ്റെ ഒരു എന്താണ് ആദ്യം പോവർട്ടി ഏതൊക്കെ തരേണ്ടെന്ന് പറയാം അല്ലേ? പോവർട്ടി പ്രധാനം 3 ആയിട്ട് തരംതിരിക്കാം. എങ്ങനെയാടാ? 3 ആയിട്ട്. 1 അബ്സല്യൂട്ട് പോവർട്ടി, 2 റിലേറ്റീവ് പോവർട്ടി, 3 സബ്ജക്റ്റീവ് പോവർട്ടി. നമുക്ക് എന്താണ് ജസ്റ്റ് അതിൻ്റെ ഒരു എന്താണ് ടെർമിനോളജി മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് അബ്സല്യൂട്ട് പോവർട്ടി എന്ന് വെച്ചാൽ ഡിപ്രിവേഷൻ ഓഫ് ബേസിക് ഹ്യൂമൻ നീഡ്സ്, അഥവാ മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് വേണ്ട ചില ആവശ്യങ്ങളുണ്ട് അല്ലേ? മനുഷ്യന് അടിസ്ഥാനം ഏതൊക്കെയാണ്? അത് നമുക്ക് പറയാൻ പറ്റുക എന്തൊക്കെയാണ്? ആഹാരം, വസ്ത്രം, വാസസ്ഥലം അല്ലേ? എന്തൊക്കെയാണ്? ആഹാരം, വസ്ത്രം, വാസസ്ഥലം. ഇതാണ് ഒരു മനുഷ്യന് അത്യന്താപേക്ഷികമായിട്ട് വേണ്ട അല്ലേ? വളരെ എന്താണ് അടിസ്ഥാനപരം വേണ്ട ആവശ്യങ്ങൾ. ആഹാരം, വസ്ത്രം, വാസസ്ഥലം. ഇതിൽ നിന്നാണ് ഇതിൻ്റെ ഡിപ്രിവേഷൻ. ഇത് ഇല്ലാത്ത അവസ്ഥ എന്ത് വിളിക്കാം നമുക്ക്? അബ്സല്യൂട്ട് പോവർട്ടി. എന്നാണ് അബ്സല്യൂട്ട് പോവർട്ടി. ക്ലിയർ ആണേ? നമുക്ക് മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഐറ്റംസോ ഇല്ലാത്തൊരവസ്ഥയാണ് എന്താ? അബ്സല്യൂട്ട് പോവർട്ടി. അധികം പറഞ്ഞ് കുളവാക്കുന്നില്ല. റിലേറ്റീവ് പോവർട്ടി. എടാ റിലേറ്റീവ്, എന്താ റിലേറ്റീവ് എന്ന വേർഡ് ഡിനോട്ട് ചെയ്യുന്നത്? ഞാൻ അന്നേ പറഞ്ഞ പോയിന്റ് എന്തായി? നമുക്ക് സായിപ്പന്മാർ 26 അക്ഷരം വെച്ച് ഉണ്ടാക്കുന്ന വാക്കുകളൊക്കെ എന്താണ് നമുക്ക് വളരെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഒരു റൂട്ട് വേർഡ് അല്ലെങ്കിൽ ഒരു വേർഡ് പഠിച്ചാൽ എന്താണ് അതിൻ്റെ ആ ടേം ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ റിലേറ്റീവ് എന്ന് നമുക്ക് അറിയാം എന്താണ്? എന്തിൻ്റെയോ കമ്പാരിസൺ ആണ്. അതിൽ നിന്ന് എത്ര. ഓക്കെ, ഹൗസ് ഹോൾഡ് ഇൻകം ലോയർ ദാൻ ദ മീഡിയൻ. ഒരു മീഡിയൻ ഇൻകം കണക്കിലെടുക്കും. അതിൽ നിന്ന് എത്രത്തോളം ലോയർ ആണ് അല്ലെങ്കിൽ ലോയർ ആണോ ആ ചെക്ക് ചെയ്യുന്ന എന്ത് വിളിക്കാം നമുക്ക്? റിലേറ്റീവ് പോവർട്ടി. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു മീഡിയൻ, ഒരു ആവറേജ് ഇൻകം. മീഡിയൻ നിങ്ങൾ മീഡിയൻ മോഡൽ സ്റ്റാറ്റിൽ പഠിക്കുന്ന കാര്യമാണ്. മീഡിയൻ ജസ്റ്റ് ആവറേജ് ആണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സിംപ്ലി എന്താണ്? ആവറേജ്. അപ്പോൾ ഒരു ആവറേജ് ഇൻകം എടുത്താൽ അതിൽ നിന്നും എത്രത്തോളം താഴെയാണ് എന്ത് നിൽക്കുന്നത്? നമ്മുടെ ഇൻകം നിൽക്കുന്നത്. ഒരു ഹൗസ് ഹോൾഡിൻ്റെ ഇൻകം നിൽക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ആ ടേമിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? റിലേറ്റീവ് പോവർട്ടി നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ ആണ്. തേർഡ് വൺ സബ്ജക്റ്റീവ് പോവർട്ടി. എന്താണ് സബ്ജക്റ്റീവ്? അഗെയിൻ ആ വേർഡ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് സബ്ജക്റ്റീവ്? നമുക്കറിയാം ഒബ്ജക്റ്റീവ് ഉണ്ട്, സബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്താടാ? നമുക്ക് അൺബയാസ്ഡ് ആയിട്ട് അല്ലേ? നമുക്ക് അങ്ങനെ ഫാക്ടേഴ്സ് ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാണ്ട് എന്താണ് വാസ്തവം എന്താണെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് അല്ലേ? ഇതെന്താ? സബ്ജക്റ്റീവ്. അതായത് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരാൾ നോക്കുന്ന ഇൻഡിവിജ്വലിൻ്റെ പെർസെപ്ഷൻ, പുള്ളിക്കാരൻ്റെ എന്താണ് ആ നോക്കുന്ന ആളുടെ പെർസെപ്ഷൻ, ആ ഒരു എന്താണ് വീക്ഷണം എങ്ങനെയായിരിക്കും, അതിൻ്റെ ബേസിലാണ് ഒരു എക്കണോമിക് സ്റ്റാറ്റസ് ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് പറയാം? നമുക്കതിനെ സബ്ജക്റ്റീവ് പോവർട്ടി എന്ന് പറയാം. ഓക്കെ ആണ്. അപ്പോൾ പോവർട്ടി നമുക്ക് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? അബ്സല്യൂട്ട്, ആക്ച്വലി ശരിക്കുള്ളതാണ് എന്താണ് അബ്സല്യൂട്ട്? നമുക്ക് ശരിക്കും ആഹാരം, വസ്ത്രം, വാസസ്ഥലം തുടങ്ങിയുള്ള ബേസിക് ഹ്യൂമൻ നീഡ്സിനെ എടുത്ത് മാറ്റിക്കളഞ്ഞ അല്ലെങ്കിൽ അതില്ലാത്ത ഒരു അവസ്ഥ എന്ത് വിളിക്കാം? നമുക്ക് അബ്സല്യൂട്ട് പോവർട്ടി എന്ന് വിളിക്കാം. ഇനി എന്താണ്? ഹൗസ് ഹോൾഡിന്റെ ഒരു ഇൻകം ഒരു മീഡിയൻ ഇൻകത്തിനേക്കാൾ താഴെയാണ് എന്ത് പറയാം? നമുക്ക് റിലേറ്റീവ് പോവർട്ടി. റിലേറ്റീവ് ടു വാട്ട്? ഈ മീഡിയൻ അല്ലെങ്കിൽ എന്താണ് ആവറേജ് ഇൻകം. ലാസ്റ്റ് ആണ് സബ്ജക്റ്റീവ് പോവർട്ടി. ഇതൊന്നും അങ്ങനെ ജസ്റ്റ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അങ്ങനെ എന്താണ് ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് അത് മനസ്സിലാക്കി അറ്റൻഡ് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. സബ്ജക്റ്റീവ് പോവർട്ടി എന്താണ്? നമുക്ക് ഒരു ഇൻഡിവിജ്വലിന്റെ പെർസെപ്ഷൻ, ഒരു എക്കണോമിക് സ്റ്റാറ്റസിന്റെ പെർസെപ്ഷൻ. ഞാനിപ്പോൾ പോവർട്ടി ആണെന്ന് ഞാൻ പറയും, പക്ഷേ പുറത്തുനിന്ന് നോക്കണം എന്താണ് ഞാൻ പോവർട്ടിയിലാണെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ അബ്സല്യൂട്ട് പോവർട്ടി അനുസരിച്ച് ഇപ്പോൾ ഒരാളെ പോവർട്ടിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇതനുസരിച്ച് ഞാൻ പോവർട്ടിയിലാണ് നിർബന്ധമില്ല. അങ്ങനെ കേസ് വരാറില്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഞാൻ ഫസ്റ്റിന് ഹെഡിങ് ഓർമ്മയുണ്ടോ? പോവർട്ടി എസ്റ്റിമേഷൻ. നമ്മുടെ മെയിനായിട്ട് ഇന്ന് പഠിക്കാനുള്ള കാര്യം പോവർട്ടി എസ്റ്റിമേഷൻ. നമുക്ക് ദാരിദ്ര്യത്തെ കണക്കാക്കുന്നത് എത്രത്തോളം, ആ ദാരിദ്ര്യത്തിന്റെ ലെവൽ എന്താണ് കണക്കാക്കണം. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണോ മുകളിലാണോ, ആ രേഖയുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേടാ. പ്രീ ഇൻഡിപെൻഡൻസ്. എന്താണ് പ്രീ ഇൻഡിപെൻഡൻസ് അസസ്മെന്റ്? അഥവാ സ്വാതന്ത്ര്യത്തിന് മുന്നേ, നമുക്ക് 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു ദാരിദ്ര്യം എന്ന് കണക്കിലെടുത്തിരുന്നത്? എന്താണ് നമുക്ക് അതിനെ കണക്കാക്കിയിരുന്നതെന്ന് പറയുന്നത്. ഈ പേര് അറിയാലോ നമുക്ക്. ആരാണ്? ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. ആരാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി. അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യമായിട്ട് എന്തുകൊണ്ട് പോവർട്ടി ലൈൻ എന്ന് പറയുന്ന ഒരു സാധനം. പക്ഷെ അത് എന്താണ്
പ്രോപ്പറായിട്ട് ഒരു ഒഫീഷ്യലായിട്ട് കൊണ്ടുവന്ന സാധനമൊന്നുമല്ല. പക്ഷെ ആ ഒരു ഐഡിയ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആരാണെന്ന് വെച്ചാൽ എന്ത് പറയണം? ദാദാഭായ് നവറോജി, ഗ്രാൻഡ് ഓൾഡ് മാൻ, ഇന്ത്യയുടെ വയോവൃദ്ധൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹം കൊണ്ടുവന്ന പുസ്തകം ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നമ്മൾ കേട്ട് ആരംഭിച്ച പുസ്തകമാണ്, സ്ഥിരം വരുന്നൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ആരാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓതർ? ആരാടാ? ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ഈ പുസ്തകത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്ന മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഡ്രെയിൻ തിയറി എന്ന് പറയും. ഡ്രെയിൻ തിയറി, കറക്റ്റ് പറഞ്ഞ വെൽത്തിന്റെ ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇവിടെ നിന്നുള്ള വെൽത്ത് ആരടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു? ബ്രിട്ടീഷുകാർ. ആ സമയത്ത് അല്ലെ ബ്രിട്ടീഷുകാർ അടിച്ചുമാറ്റിക്കൊണ്ട് പോയിരുന്നു എന്ന് പറയുന്ന ഒരു തിയറിയാണ് എന്ത്? ഡ്രെയിൻ തിയറി. അഥവാ നമ്മൾ എത്രത്തോളം പണക്കാരാകണം, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയുടെ ഗ്രോത്ത് ഉണ്ടായിട്ട് പോലും ഗ്രോത്ത് ഉണ്ടോ ഇല്ല, അതൊക്കെ ഡ്രെയിനായി, അതൊക്കെ എന്താണ് ഇങ്ങനെ ഡ്രെയിനായി പോകുന്നു. എങ്ങോട്ടാണ്? ബ്രിട്ടീഷുകാരുടെ അടുത്തേക്ക്, ബ്രിട്സിന്റെ അടുത്തേക്ക്. ഈ ഒരു തിയറിയാണ് എന്ത്? ഡ്രെയിൻ തിയറി. അത് കൊണ്ടുവന്ന ആരാണ്? ദാദാഭായ് നവറോജി തന്നെ കൊണ്ടുവന്ന പുസ്തകം ഏതാടാ? അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏത് പുസ്തകത്തിലാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇനി നോക്കിയാടാ, ഇവിടെ ആദ്യം ഞാൻ ഇത് രണ്ടാമത്തെ പോയിന്റ് പറയാവേ. രണ്ടാമത്തെ ബുള്ളറ്റ് പോയിന്റ് വായിച്ചോണേ. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. എന്താണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി? 1938 ഇത് വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1950 ഞാനൊരു 1950 എന്ത് വരുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത് അല്ലേ? നമുക്കറിയാം 5 ഇയർ പ്ലാൻ ഒക്കെ വരുന്നതിന് തൊട്ട് മുന്നേ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്ത് വരുന്നു? 1951 മുതൽ 5 ഇയർ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ആദ്യം വന്നത് എന്താ? പ്ലാനിംഗ് കമ്മീഷനാണ്. പക്ഷേ ഈ പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഐഡിയ അല്ലെങ്കിൽ അതിന് ഫ്രെയിം വർക്ക് തന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? നമ്മുടെ ആദ്യം പറഞ്ഞ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ ആണേ, ഇതവിടെ എഴുതിയാൽ മതിയായിരുന്നു അല്ലേ? എന്താണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി? എൻ്റെ പർപ്പസ് എന്തായിരുന്നു ശരിക്കും? 1938 വന്നു. ഇത് എന്തിനു കൊണ്ടുവന്നേ? പിൽക്കാലത്ത് പിന്നെ നമുക്കിപ്പോൾ 38 സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, 47 സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് പ്രോപ്പറായിട്ട് ഒരു എക്കണോമിക് ആയിട്ട് ഒരു പ്ലാൻ ചെയ്യാൻ വേണ്ടിയുള്ള കമ്മിറ്റിയുടെ ഒരു മുൻഗാമി അല്ലേ? അതിന് നേരത്തെ ഒരു ഇൻട്രൊഡക്ഷൻ, അതിന്റെ ഫ്രെയിം വർക്ക് ലേ ചെയ്ത് സെറ്റാക്കി വെക്കാൻ വേണ്ടി എന്ത് ഉപയോഗിച്ചു? നമുക്ക് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഉപയോഗിക്കാൻ പറ്റി. ഓക്കെ അല്ലേ? 1938 ഈ വർഷം നിങ്ങൾ ഹിസ്റ്ററി നമ്മൾ മോഡേൺ ഹിസ്റ്ററി കവർ പറഞ്ഞതാണ്. 1938 INC എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വരുന്നത്. അപ്പോൾ ആ INC കൊണ്ടുവന്ന ഒരു കമ്മിറ്റിയാണ് എന്ത്? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ഒന്നുകൂടെ പറയാം, INC 1885 നിലവിൽ വന്നു. ജസ്റ്റ് ഞാൻ സ്റ്റാറ്റിക് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ബാക്ക് ടു നമ്മുടെ ടോപ്പിക് പറഞ്ഞത് എന്താണ്? INC കൊണ്ടുവന്ന കമ്മിറ്റിയാണ് എന്ത്? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. കൊണ്ടുവന്ന വർഷം ഏതാണ്? 38. അപ്പൊ ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കണ്ടായിരുന്നു. എന്താ സംഭവം? 1938 ആരായിരുന്നു നമ്മുടെ INCയുടെ ചെയർമാൻ? INCയുടെ ചെയർപേഴ്സൺ അല്ലെ? ഇപ്പോൾ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അന്നെന്താ? ചെയർമാൻ ആരാണ്? നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1938 സുഭാഷ് ചന്ദ്ര ബോസ് നേതൃത്വം നൽകിയ INC എവിടെ വെച്ചാണ് അവർ സബ്മിറ്റ്? നമുക്ക് അറിയാം, എല്ലാ ഡിസംബർ മാസവും ഇവർ എന്ത് ചെയ്യുന്നു? INCയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് എവിടെ വെച്ചാണെന്ന് വെച്ചാൽ എന്ത് പറയണം? ഹരിപുര. എന്താണ്? ഹരിപുര. അതിനെ തുടർന്നുള്ള കോൺട്രവേഴ്സി ഒക്കെ നമുക്കറിയാമല്ലേ? ഹരിപുര. അപ്പോൾ ഹരിപുര കോൺഗ്രസ് എന്താണ്? ഹരിപുര കോൺഗ്രസിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ തീരുമാനം വന്ന എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഇൻ ദ ഇയർ 1938. ഓക്കെയാണ്. കൊണ്ടുവന്നത് സുഭാഷ് ചന്ദ്ര ബോസിന്റെ നേതൃത്വത്തിലാണ്. എങ്കിൽ ഈ കമ്മിറ്റിക്ക് ആരാ ഹെഡ് ചെയ്തത്? കമ്മിറ്റി ഹെഡ് ചെയ്ത് ആരാണ്? നൺ അതർ ദാൻ ജവഹർലാൽ നെഹ്റു. ഇപ്പോൾ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938 നിലവിൽ വരുന്നു. നമുക്ക് പിൽക്കാലത്ത് ഒരു പ്രോപ്പറായിട്ട് എക്കണോമിക് ഗ്രോത്ത് ഒക്കെ അസസ് ചെയ്യാനും എക്കണോമിക് ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യാനൊക്കെ നമ്മളെ നയിച്ച ഒരു ഫ്രെയിം വർക്ക് ലേ ചെയ്യാനുള്ള ബേസ്മെന്റ് തന്ന ആരാടാ? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയാണ് 1938. ആരായത് ഫസ്റ്റ് ഹെഡ് ചെയ്തത്? ജവഹർലാൽ നെഹ്റു. ക്ലിയർ? ഇനി ഇവിടെ വിഷനെ പറ്റി പറഞ്ഞ എന്താണ് സംഭവം? നമുക്ക് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വിഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി തുടങ്ങിയ ഒരുപാട് എല്ലാ മേഖലകളിലും കൈവച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയെ ഒരു പുരോഗതിയിലേക്ക് എത്തിക്കുക. അല്ലെങ്കിൽ 40s ഉടനെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്നൊക്കെ 38 ആയപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം വാട്ട് നെക്സ്റ്റ്? ഇനി എങ്ങനെ നമുക്ക് എക്കണോമി കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാം, കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യാന്നുള്ള കുറെ പ്ലാനിങ് സെറ്റ് ആക്കുക എന്നുള്ള ഇവിടെ ലക്ഷ്യമായിരുന്നു. അത് പല ഫീൽഡുകളിൽ, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, പിന്നെ നമ്മുടെ യുദ്ധം, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നല്ല ഡിഫൻസ്, ഇതെന്ന് പറയാൻ പറ്റില്ല, ഡിഫൻസ്, അങ്ങനെയുള്ള പല ഫീൽഡുകളിൽ നിന്നാണ് നമുക്ക് കഴിവ് തെളിയിക്കുക അല്ലെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമായിരുന്നത്. ഇനി ചാലഞ്ചസ്. ആ സമയത്ത് പല ചലഞ്ചസ് ഇവർ നേരിട്ടിരുന്നു. ഈസി ആയിരുന്നില്ല. കാര്യം പ്രൈമറി ചലഞ്ച് എന്തായിരുന്നു? ഈ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ബ്രിട്ടീഷുകാർ അല്ലേ? നമ്മൾ അപ്പോഴും എന്താണ് ബ്രിട്ടീഷുകാരുടെ കോളനൈസേഷൻ്റെ അണ്ടറിൽ തന്നെയാണ്. നമുക്ക് എന്താണ് ഒരു പ്രോപ്പറായിട്ട് നമ്മൾ
എസ്കേപ്പ് പ്രോപ്പർ നമുക്ക് എസ്കേപ്പ് ആയിട്ടുണ്ടോ? ഇല്ല. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇനി എത്ര വർഷമുണ്ട്? 9 വർഷം നമ്മൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് എന്താണ് ബ്രിട്ടീഷുകാരുടെ ആ ഒരു ആധിപത്യം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ കൺട്രോളും അവരുടെ ആ ഒരു എന്താണ് കടിഞ്ഞാനൊക്കെ നമ്മുടെ കയ്യിൽ അവരുടെ കയ്യിലായതുകൊണ്ട്, നമ്മുടെ കടിഞ്ഞാൻ അവരുടെ കയ്യിലായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രോപ്പറായിട്ട് ഈ ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി അതിൻ്റെ പീക്കിലേക്ക്, അതിൻ്റെ പ്രോപ്പർ ഫംഗ്ഷനിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. ഓക്കെ, എന്താണ് ഒരു പ്രൈമറി ചലഞ്ച് ആയിരുന്നത് ആ കാലഘട്ടത്തിൽ. ക്ലിയർ? പിന്നെ ഇവിടെ പറഞ്ഞ മറ്റൊരു പോയിന്റ് ആണ് ബോംബെ പ്ലാൻ. എന്താണ് ബോംബെ പ്ലാൻ? 1944 ബോംബെ പ്ലാൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ബോംബെ പ്ലാൻ നിലവിൽ വന്ന വർഷം ഏതാ? 1944. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ എന്താണ് കുറച്ച് റിച്ച്, കുറച്ച് എലൈറ്റ്സ് ആയിട്ടുള്ള ഇന്നത്തെ ടാറ്റ, ബിർള തുടങ്ങിയ ആൾക്കാരൊക്കെ എന്താണ് ഒരു കമ്മിറ്റി കൂടി നമ്മുടെ എക്കോണമിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം, എക്കോണമി കുറച്ച് ബൂസ്റ്റ് ചെയ്യണം എന്നുള്ള പ്ലാനോടെ ഇൻഡസ്ട്രിയിലേക്കും ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് കുറേയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്ങോടെ നടന്നൊരു ചർച്ചയെ വിളിക്കുന്ന പേരാണ് എന്ത്? ബോംബെ പ്ലാൻ. എന്താ പറഞ്ഞേ? ടാറ്റ, ബിർള തുടങ്ങിയ നമുക്ക് ആ ഒരു ഇൻഡസ്ട്രിയുടെ ഹെഡിൽ നിൽക്കുന്ന ആൾക്കാർ, അല്ലെ, തലപ്പത്തിക്കുന്ന ആൾക്കാരൊക്കെ കൂടി ചേർന്ന്, അതെ, നമുക്ക് അവരങ്ങനെ ചിന്തിച്ചിരുന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്റ്റിൽ എന്താണ് തലപ്പത്തിക്കുന്ന ആൾക്കാരൊക്കെ എന്താണ് നമുക്ക് ഇന്ത്യയെ മൊത്തത്തിൽ എന്താണ് ഒന്ന് സെറ്റാക്കി എടുക്കണം, അതിന് ഇൻഡസ്ട്രിയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണെന്ന് ചിന്തിച്ച് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കി അതിനെ തുടർന്ന് കുറേ പ്ലാനിങ് നടത്തിയ പ്ലാനാണ് എന്ത്? ബോംബെ പ്ലാൻ. എന്താണ് ബോംബെ പ്ലാൻ? ബോംബെ പ്ലാൻ നടന്ന വർഷം ഏതാണ്? 1944. ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞു ഒറ്റ സ്ലൈഡിൽ. നോക്കി ഒന്ന് റിവൈസ് ചെയ്യാടാ. ഫസ്റ്റ് പറഞ്ഞ കാര്യം ദാദാഭായ് നവറോജി, പുസ്തകം ഡ്രെയിൻ തിയറി. ക്ലിയർ? ഫസ്റ്റ് ഒഫീഷ്യലി എസ്റ്റിമേറ്റ് നമ്മുടെ ഈ പറയുന്ന ഇൻഡിപെൻഡൻസിന് മുന്നേ പ്രോപ്പറായിട്ട് പോവർട്ടി ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഏത് പ്ലാനിലാണ്? നമ്മുടെ ബോംബെ പ്ലാനിലാണ്. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 38 INC ചെയർമാൻ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഹരിപുര കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു കമ്മിറ്റിനെ ഇത് ലീഡ് ചെയ്ത ആരാണ്? ജവഹർലാൽ നെഹ്റു. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് പേജിലേക്ക് പോകാലോ. അപ്പൊ ഇപ്പൊ പറഞ്ഞ എന്താ? പ്രീ ഇൻഡിപെൻഡൻസ്, അല്ലെ? നോക്കി, പ്രീ ഇൻഡിപെൻഡൻസ് അസസ്മെന്റ്. അഥവാ നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുന്നേ എങ്ങനെയാണ് ദാരിദ്ര്യത്തെ അവരൊന്ന് അളന്നിരുന്നത്, എന്തായിരുന്നു അതിന്റെ അളവുകോൽ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് എന്താണ്? സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പല കമ്മിറ്റീസ് വന്നു നമ്മുടെ ദാരിദ്ര്യത്തെ ഒന്ന് അളക്കാൻ. എത്രത്തോളമാണ് ആ ദാരിദ്ര്യ ലെവൽ, അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ ക്രൈറ്റീരിയ ബേസ് ചെയ്ത്, അല്ലെ? ക്രൈറ്റീരിയ, എക്സ്ട്രാ പോയിന്റ്, ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഇതിന്റെ സിംഗുലാർ എന്താണ്? ക്രൈറ്റീരിയൻ. ഓക്കെ, എക്സ്ട്രാ പോയിന്റ് മാറ്റടാ എവിടെ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരുപാട് കമ്മിറ്റീസ് വന്നു. ആ പ്രധാനം പറഞ്ഞാൽ 5 കമ്മിറ്റി ഉണ്ട്. എത്രയാണ്? 5 കമ്മിറ്റീസ്. ഈ 5 കമ്മിറ്റീസ് ഓരോന്നും പതിയെ ഒരു പ്രോഗ്രസ് ആണ്, ഒരു പ്രോഗ്രസീവ് ആയിട്ട്. ആദ്യം ഒരു ബേസിക് സാധനമാണ് കൊണ്ടുവന്നത്, പിന്നെ അതല്ല ഈ ഒരു അളവ് ഗോൾഡ് വേണം, പിന്നെ അത് മാത്രം പോരാ, ഇതും കൂടെ അളന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് പോവർട്ടി എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേശ്ശേ എന്താണ് ഒരു ബേബി സ്റ്റെപ്സ് എടുത്തെടുത്ത് നമ്മൾ ലാസ്റ്റ് കമ്മിറ്റി ആകുമ്പോഴേക്കും പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻഡെക്സ് വെച്ച് നമ്മൾ അളക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ കോംപ്രിഹെൻസീവ് ആയിട്ട് അളന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ന ഹൗസ് ഹോൾഡ് എന്താണ് ഒരു പോവർട്ടി ലൈന് താഴെയാണോ മുകളിലാണോ എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? ഇത് ആദ്യം കൊണ്ടുവന്ന ആരാണ്? നമ്മുടെ ദാദാഭായ് നവറോജിയാണ് ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നത് തന്റെ പുസ്തകം. അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ അല്ലേ? തുടങ്ങാലോ. അപ്പൊ ഈ ഓരോന്നും നോക്കടാ. ഫസ്റ്റ് കമ്മിറ്റി ഏതാ പറയുന്നത്? ദണ്ഡേക്കർ ആൻഡ് റത്ത് കമ്മിറ്റി. ആരാണ്? ദണ്ഡേക്കർ ആൻഡ് റത്ത് കമ്മിറ്റി. ഇത് കറക്റ്റ് ഒരു സ്പെസിഫിക് വർഷം പറയുന്നില്ല. ഏകദേശം 1971 എന്ത് ചെയ്യുന്നത്? 71, 72 രണ്ടും ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് രണ്ടും കൊണ്ടുവന്നേ. അറൗണ്ട് ഈ കാലഘട്ടം പറയുന്നത് 1971, 72 കാലഘട്ടം. ഓക്കെ അല്ലേ? അപ്പോൾ അന്ന് NSSOയുടെ ഡേറ്റ, അല്ലെ? NSSO ഡേറ്റയാണ് ഇത് കൊണ്ടുവന്നത്. മിനിമം നീഡ്സ് എന്താണ്? മിനിമം നീഡ്സ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്. നമുക്ക് അവശ്യ സൗകര്യങ്ങൾ എന്താണ്? അവശ്യ സൗകര്യങ്ങൾ ഇല്ലാത്തവൻ പാവപ്പെട്ടവൻ, അല്ലെങ്കിൽ ദരിദ്രൻ. നമുക്ക് ദരിദ്രൻ എന്ന് പറയാം, അല്ലെ? ദരിദ്രനും പണക്കാരൻ, അല്ലെ? പണക്കാരൻ, ദരിദ്രൻ. ഈ ഒരു പോയിന്റ് എന്താ പോയിന്റ്? മിനിമം നീഡ്സ്. മിനിമം നീഡ്സ് അവന് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അഥവാ എന്താണ് മിനിമം നീഡ്സ്? ആഹാരം, വസ്ത്രം, വാസസ്ഥലം. ആഹാരം, വസ്ത്രം, ഈ മിനിമം നീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് എന്ത് പറയാൻ പറ്റുമായിരുന്നു? എന്താണ് ഒരു വ്യക്തി പോറാണോ അല്ലയോ നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ മിനിമം നീഡ്സ്. അത് ഞാൻ ഈ പറഞ്ഞ ഐഡിയ അല്ല, കുറെ കൂടെ കോംപ്രഹെൻസീവ് ആണ്. ജസ്റ്റ് മനസ്സിലാക്കുക ചെയ്യുക. NSSOയുടെ ഡാറ്റ പ്രകാരം മിനിമം നീഡ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? പോറല്ല, അല്ലെങ്കിൽ ഒരു പോർ ആണ് ആ ഒരു ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. അതിനുശേഷം വന്നാണ് കറക്റ്റ് വർഷം കറക്റ്റ് നോക്കി വയ്ക്കുക. 1979 ഒക്കെ ആയപ്പോൾ അലഗ് കമ്മിറ്റി. ഏതാണ് അലഗ് കമ്മിറ്റി? ന്യൂട്രീഷൻ ബേസ്ഡ് പോവർട്ടി ലൈൻ. ഏതാണ്? ന്യൂട്രീഷൻ ബേസ്ഡ്. അഥവാ ഇത്രയും നമ്മൾ പറഞ്ഞ എന്താടാ? ഈ കഴിഞ്ഞ 8 വർഷക്കാലം എങ്ങനെ അളന്നുകൊണ്ടിരുന്നേ? മിനിമം നീഡ്സിന്റെ ബേസിലാണ്. ഇപ്പൊ എങ്ങനെയാടാ? ന്യൂട്രീഷനും കൂടെ എടുത്തു തുടങ്ങി. എന്താണ് ന്യൂട്രീഷൻ? അഥവാ ന്യൂട്രീഷൻ കൂടെ എടുത്ത് ന്യൂട്രീഷൻ തന്നെ മാത്രം എടുത്തില്ല ഇത് ചെയ്യുന്നത്. എങ്ങനെയാ? നോക്കി, അർബൻ ഏരിയ ഉണ്ട്, റൂറൽ ഏരിയ ഉണ്ട്, അല്ലെ? എന്താണ്? ഗ്രാമപ്രദേശമുണ്ട്, നഗരപ്രദേശമുണ്ട്.
ഗ്രാമപ്രദേശങ്ങളിലെ 2400 കലോറി മിനിമം മീറ്റ് ചെയ്യാത്തവർക്ക് എന്താണ് പോവർട്ടി, എന്താണ് പോവർട്ടി ആ സെക്ഷനിൽ വരുന്നത്, അല്ലെങ്കിൽ പോർ ആണെന്നാണ് അല്ലെ, പോർ എന്ന് പറയാം നമുക്ക് അല്ലേ. അഥവാ 2400 കലോറി റൂറൽ ഏരിയയിൽ മീറ്റ് ചെയ്യാത്തവരൊക്കെ എന്താണ് പോവർട്ടി ലൈന് താഴെയാണെന്നാണ് പറയുന്നത്. അഗെയിൻ അർബനിലോ അത് 2100 കലോറി മീറ്റ് ചെയ്താൽ മതി, പോർ അല്ല എന്ന് പറയാം. ഓക്കെ അല്ലേ. എന്തുകൊണ്ടാണ് അർബനിൽ കുറവും റൂറലിൽ കൂടുതലും? ഓക്കെ, റൂറൽ 2400 കലോറി വേണം, അർബനിലാണെങ്കിൽ 2100 കലോറി മതി. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം റൂറൽ എന്താണ്, അവർ ഫാമേഴ്സ് ആണ്, അവർക്ക് കൂടുതൽ എനർജി ആവശ്യമാണ് വർക്ക് ചെയ്യാൻ. അപ്പോൾ എന്താണ് അവർക്ക് അവരുടെ ഡേ ടു ഡേ മീറ്റ് ചെയ്യാൻ കലോറീസ് കൂടുതൽ വേണം. അപ്പോൾ 2400 കലോറി മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാമപ്രദേശത്തിൽ അവൻ എന്താണ് പോർ അല്ല. അർബനിലാണെങ്കിലും 2100 മീറ്റ് ചെയ്താൽ തന്നെ പോർ അല്ലാണ്ടാവുന്നു, അല്ലെങ്കിൽ എന്താണ് പോവർട്ടി ലൈന് ക്രോസ് ചെയ്യുന്നു. ക്ലിയർ ആണ്? ഏത് കമ്മിറ്റിയാണ് പറഞ്ഞത്? അലഗ് കമ്മിറ്റി. എന്താണ് അലഗ് കമ്മിറ്റി? അലഗ് കമ്മിറ്റി പ്രകാരം 1979 കൊണ്ടുവന്നത് ന്യൂട്രീഷൻ ബേസ്ഡ്. ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടെ സമ്മപ്പ് ചെയ്യാം, ജസ്റ്റ് മനസ്സിലാക്കി പോവാം. ദെൻ ലക്ഡവാല കമ്മിറ്റി. എന്താണ് ലക്ഡവാല കമ്മിറ്റി? ലക്ഡവാല കമ്മിറ്റി കൊണ്ടുവന്ന വർഷം 1993 ആണ്. എന്താണ് 1993. ഇത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം ഓരോ സ്റ്റേറ്റ് വൈസ് പോവർട്ടി തിരിക്കുന്നു. എന്താണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം ഓരോ സ്റ്റേറ്റ് വൈസ് പോവർട്ടി തിരിക്കുന്നുണ്ട്. എന്തിന്റെ ബേസിലാടാ? നോക്കി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ബേസിക് നീഡ്സ് കൂടാതെ എന്തൊക്കെയും കൂടെ നോക്കിയിരുന്നു? ആരോഗ്യം, വിദ്യാഭ്യാസം. ഓക്കെ അല്ലേ? ആരോഗ്യം, വിദ്യാഭ്യാസം, ഇതും കൂടെ നോക്കിയിട്ടാണ്. അതും ഓരോ സ്റ്റേറ്റിനും ഓരോ പോവർട്ടി ലൈനാണ്. എന്താണ് ഓരോ സ്റ്റേറ്റിനും ഓരോ പോവർട്ടി ലൈൻ. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കി. നമുക്കറിയാം കേരളത്തിലെ വരവ് ചിലവൊന്നും ആയിരിക്കില്ല ബീഹാറിൽ, വ്യത്യാസം ഉണ്ടായിരിക്കും. അതായിരിക്കില്ല ആസാമിൽ. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേറ്റ്, അത് മാറും. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പോവർട്ടി ലൈൻ ആര് അലോട്ട് ചെയ്തു? ലക്ഡവാല കമ്മിറ്റി 1993 അലോട്ട് ചെയ്തു. അത് എന്തിന്റെ ബേസിലാണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ബേസിലാണ്. ഓക്കെ ആണേ. അപ്പോൾ എക്സ്ട്രാ ബേസിക് നീഡ്സ് പോരാഞ്ഞിട്ട് എന്തൊക്കെ കൂടെ ആഡ് ചെയ്തു? ഹെൽത്ത്. ഈ കമ്മിറ്റി പ്രകാരം ഹെൽത്ത്, ആരോഗ്യ മേഖല പ്ലസ് വിദ്യാഭ്യാസ മേഖല. ഓക്കെ ആണേ. അപ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം, പിന്നെ ബേസിക് നീഡ്സ്, ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഓരോ സ്റ്റേറ്റിനും ഡിഫറെന്റ് പോവർട്ടിയിലും കൊണ്ടുവന്നു ലക്ഡവാല കമ്മിറ്റി 1993. രണ്ടെണ്ണം കൂടെ, മൂന്നെണ്ണം കഴിഞ്ഞ് ഇനി രണ്ടെണ്ണം കൂടെ. ഓക്കെ, ടെണ്ടുൽക്കർ കമ്മിറ്റി. ഏതാണ് ടെണ്ടുൽക്കർ കമ്മിറ്റി? 2009 ടെണ്ടുൽക്കർ കമ്മിറ്റി. നമ്മുടെ സച്ചിൻ്റെ അല്ല, ഇത് വേറെ ടെണ്ടുൽക്കർ ആണ്. ടെണ്ടുൽക്കർ കമ്മിറ്റി 2009. നോക്കിയടാ, മിക്സ്ഡ് റെഫറൻസ് പീരീഡ് ആണ് ഇവിടെ. അതായത് നമുക്ക് ഇത് പറയുന്നത് വെച്ചാൽ മന്ത്ലി ചില ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം. ചില ക്രൈറ്റീരിയൻ എടുക്കുമ്പോൾ എന്താണ് മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യും. ചില ക്രൈറ്റീരിയൻ എടുക്കുമ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇയർലി കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ ആണ്. എഗെയിൻ ചില ക്രൈറ്റീരിയൻ എടുക്കുമ്പോൾ മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യും, ചിലത് ഇയർലി. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ അത് എന്താണ് ഏത് ക്രൈറ്റീരിയൻ എടുക്കുന്നത് അത് മാറും. പക്ഷേ അതിനാണ് മിക്സ്ഡ് റിഫറൻസ് പീരീഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. പോട്ടെ, നമുക്ക് മെയിൻ പോയിന്റ് ഇതാണ്. 2011-12 കാലഘട്ടത്തിൽ കൊണ്ടുവന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലായി? ലിറ്ററലി എത്ര എമൗണ്ട് ഏൺ ചെയ്യുന്നുണ്ട്, ഒരു മാസം ഒരു വ്യക്തി എത്ര കാശ് സമ്പാദിക്കുന്നുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പോവർട്ടി ലൈൻ കൊണ്ടുവന്നു. ഇതാണ് ടെണ്ടുൽക്കർ കമ്മിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയ ഇൻട്രൊഡക്ഷൻ. സ്ഥിരം ചോദിക്കാനുള്ളതാണ്, മനസ്സിലാക്കി വെച്ചോണേ. ആ എമൗണ്ട് തന്നെ പഠിച്ചു വെക്കണം. എത്രയാണ്? 816. ഒരു മാസം 816 രൂപ ഒരാളെ സമ്പാദിച്ചു കഴിഞ്ഞാൽ, എവിടെയാണ്? റൂറൽ ഏരിയയിലാണ്. വ്യത്യാസമുണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ റൂറൽ ഏരിയയിൽ, ഗ്രാമപ്രദേശങ്ങളിൽ ഒരു മാസം ഒരാൾ 816 രൂപ സമ്പാദിച്ചു കഴിഞ്ഞാൽ എന്തായി? അയാൾ പോവർട്ടി ലൈൻ ക്രോസ് ചെയ്തു. അർബനിലാണെങ്കിലോ ഒരു മാസം 1000 രൂപ സമ്പാദിക്കണമായിരുന്നു. ഇത് കാലഘട്ടം ഓർക്കണേ, 2011-12. 9 ഈ കമ്മിറ്റി വരുന്നത്. 11-12 കാലഘട്ടം, നമ്മുടെ പഴയ ബേസ് ഇയർ അല്ലേ, പഴയ ബേസ് ഇയർ. ശരി, അപ്പോൾ എന്താ പറഞ്ഞേ? ടെണ്ടുൽക്കർ കമ്മിറ്റി 2009 കമ്മിറ്റി പ്രകാരം ഒരു മാസം 816 രൂപ സമ്പാദിക്കാൻ റൂറലുകാർ, അർബൻകാരോ 1000 രൂപ സമ്പാദിച്ചാൽ മതി. എന്തായി? പോവർട്ടി ലൈന് ക്രോസ് ചെയ്യും. ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. ദെൻ ഈ ഹെഡ് കൗണ്ട് റേഷ്യോ ഞാൻ പറയാം. എന്താണ് BPL? ബിലോ പോവർട്ടി ലൈൻ അല്ലേ. എന്താണ് ബിലോ പോവർട്ടി ലൈൻ? നമുക്ക് ആ ടെണ്ടുൽക്കർ കമ്മിറ്റിയുടെ കണക്ക് പ്രകാരം, അല്ലെങ്കിൽ അതിനുശേഷം 11-12 കാലഘട്ടത്തിലെ കണക്ക് പ്രകാരം ഹെഡ് കൗണ്ട് റേഷ്യോ എന്താണ്? അതിന് താഴെ ബിലോ പോവർട്ടി ലൈനുള്ള ആൾക്കാരുടെ ശതമാനം എന്ന് പറയാം. നോക്കിയടാ, റൂറൽ പോവർട്ടി, റൂറൽ ഏരിയയിൽ എത്ര പേരാണ് പോവർട്ടി സെക്ഷനിൽ വരുന്നത്? 25.7%. അർബനിലാണെങ്കിൽ 13.7. ദെൻ ഓവറോൾ 21.9. ഈ ഓവറോൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കൂടെ മറ്റേതും കൂടെ നോക്കിക്കൊണ്ട് പോവുക.
ജസ്റ്റ് അറൗണ്ടെങ്കിലും അറിഞ്ഞിരിക്കുക എന്താണ് 25% ആൾക്കാരുണ്ടായിരുന്നു റൂറൽ പോവർട്ടി ടെൻഡുൽക്കർ കമ്മിറ്റിക്ക് ശേഷം കേട്ടോ. അർബനിൽ 13 to 14. ദെൻ ഓവറോൾ ആണെങ്കിലോ ഇത് ടു ദ പോയിന്റ് പഠിച്ചേക്കണം. 21.9% ഓവറോൾ പോവർട്ടി ആൾക്കാരുടെ ഒരു എന്താണ് ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ബിലോ പോവർട്ടിയിൽ എത്ര പേരുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ ആണ്, ശരി. ലാസ്റ്റ് വൺ രംഗരാജൻ കമ്മിറ്റി. ഏതാടാ രംഗരാജൻ കമ്മിറ്റി? 2014 രംഗരാജൻ കമ്മിറ്റി വരുന്നത്. നോക്കിയേ, ആഡ് മോഡിഫൈഡ് മിക്സ്ഡ് റെഫറൻസ് പീരീഡ്. അത് ജസ്റ്റ് ഇതിന്റെ ഒരു കുറച്ചുകൂടെ നമ്മൾ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ മന്ത്ലി ഇയർലി അതിന്റെ കുറെ കൂടെ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സാധനം. ഓക്കെ, പക്ഷേ ഇവിടെ അഡീഷൻ പോയിന്റ് ഇതാണ്, കലോറീസ് കൂടാണ്. നമ്മൾ നേരത്തെ കലോറീസ് അല്ലെ, ഒരാൾ എത്ര കലോറീസ് കൺസ്യൂം ചെയ്യുന്നു അല്ലെ അതിന്റെ ബേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഏത് കമ്മിറ്റിയാടാ ഓർമ്മയുണ്ടോ? അതെ, അലഗ് കമ്മിറ്റി. ഏതാ? അലഗ് കമ്മിറ്റി. അപ്പൊ അലഗ് കമ്മിറ്റിയാണ് ഫുഡ് കലോറിയുടെ കാര്യം പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞ കമ്മിറ്റിയാടാ രംഗരാജൻ കമ്മിറ്റി. അപ്പൊ രംഗരാജൻ കമ്മിറ്റി പ്രകാരം എന്താണ്, കലോറി മാത്രം പോരാ, പ്രോട്ടീന്റെ ഇൻടേക്കും ഫാറ്റ്സിന്റെ ഇൻടേക്കും ഒക്കെ ചേർത്ത് വെച്ച് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു മോഡൽ ആരിറക്കി? 14 രംഗരാജൻ കമ്മിറ്റി ഇറക്കി. ക്ലിയർ ആണേ? രംഗരാജൻ കമ്മിറ്റി എന്തിറക്കി? കലോറീസ് കൂടാണ്ട് പ്രോട്ടീനും ഫാറ്റും ഒക്കെ ആഡ് ചെയ്തുള്ള ഒരു മിക്സ്ഡ് അടിപൊളിയായിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് വേർഷൻ ഇറക്കി. സ്റ്റിൽ അത് പൂർണ്ണമല്ല, അത് അപൂർണ്ണമാണ്. നമുക്കത് എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ 5 കമ്മിറ്റീസ് ഞാൻ സമ്മപ്പ് ചെയ്തൊരു ടേബിളിൽ കൊണ്ടുവന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്യണം. നോക്കി, 5 കമ്മിറ്റീസ്. ആദ്യം പറഞ്ഞ ഏതാ? ദണ്ഡേക്കർ ആൻഡ് റാത്ത് കമ്മിറ്റി. ദണ്ഡേക്കർ റദ്ദെന്നോ വായിച്ചാൽ മതി. എന്താണ് മിനിമം നീഡ്സ്? എന്താണ് ബേസിക് സർവേ? ഒരാൾക്ക് ജസ്റ്റ് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ടോ അതിന്റെ മാത്രമാണ് എന്ത് പറയുന്നത്, നമ്മുടെ ദണ്ഡേക്കർ ആൻഡ് അല്ലെ, ദണ്ഡേക്കർ ആൻഡ് റദ്ദ് കമ്മിറ്റി. ദെൻ അലഗ് എന്താണ്? അലഗ് വേറെ എന്താണ്? കലോറീസ്. എന്താണ് കലോ? അതായത് ഫുഡ് എനർജി എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പോവർട്ടിയെ മെഷർ ചെയ്യാൻ ശ്രമിച്ചു. ക്ലിയർ? ലഗ്ഡവാല കമ്മിറ്റി എന്താ പറഞ്ഞേ? ലഗ്ഡവാല കമ്മിറ്റി എന്താ പറഞ്ഞേ? സ്റ്റേറ്റ് വൈസ് പ്രൈസ്. അതായത് ഓരോ സംസ്ഥാനത്ത് വേറെ വേറെ പ്രൈസ് മനസ്സിലാക്കി മാത്രം ഇമ്പോർട്ടൻ്റ് ഏതാണ്? ഹെൽത്തിൻ്റെയും എഡ്യൂക്കേഷൻ. ഇതിൻ്റെ എടുത്ത് പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? ആദ്യം അവശ്യ കാര്യങ്ങൾ മാത്രമേ അവിടെ കണക്കാക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എന്താടാ? ഹെൽത്തിൻ്റെയും എഡ്യൂക്കേഷൻ്റെയും കൂടെ അവർ കണക്കെടുത്തു. സെക്കൻഡ് ലാസ്റ്റ് ഏതാ പറഞ്ഞ? ടെൻഡുൽക്കർ. 2009 ടെൻഡുൽക്കർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്സ് സ്പെൻഡിങ് ആണ്. കുറേ റിയലിസ്റ്റിക് ആയിട്ട് ദയവായിച്ച് ഇൻക്ലൂഡഡ് നോൺ ഫുഡ് ഐറ്റംസ്. എന്താണ് നമുക്ക് നോൺ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ് കൊണ്ടുവന്നേ? ഒന്നുമില്ല, കോംപ്രഹെൻസീവ് ആയിട്ട് കൊണ്ടുവന്ന് മനസ്സിലാക്കി. നമ്മുടെ നമുക്ക് സ്പെസിഫിക്കലി പറയുന്നുണ്ട്. ദേ 816 അല്ലെ, കോംപ്രഹെൻസീവ് ആയിട്ട് ഒരു മാസം എത്ര വരുമാനം ലഭിക്കുന്നുണ്ട് എന്നതിന്റെ പേരിൽ ഇവിടെ വന്നു. ഓക്കെ, ഒന്നുകൂടെ എഴുതി വെച്ചോ. 816 പെർ മന്ത് റൂറലില്. അർബനിലാണെങ്കിലോ 1000 രൂപയാണ് ഏൺ ചെയ്യേണ്ട ഒരാൾ ഒരു മാസമാണ്. ഒരു മാസം. രംഗരാജൻ കമ്മിറ്റി ലാസ്റ്റ് ആണ് ഏതാണ്? കുറെ കൂടെ അപ്ഡേറ്റ് ചെയ്തു. അഡീഷണൽ എന്തൊക്കെ വന്നു? കലോറീസ് കൂടാണ്ട് പ്രോട്ടീൻസും ഫാറ്റ്സും. എന്തൊക്കെയാണ്? പ്രോട്ടീൻസും ഫാറ്റ്സും. യെസ്, ഇത്രയാണ് പ്രധാനപ്പെട്ട നമുക്ക് കമ്മിറ്റീസ് പറയുന്നത്. എന്തൊക്കെയാണ്? പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. എന്താ പറഞ്ഞേ? നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ദാരിദ്ര്യത്തെ അളക്കാൻ അല്ലെങ്കിൽ അതിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വന്ന കമ്മിറ്റീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചതിനെ പൊക്കോണേ. അല്ല, ടെൻഡുൽക്കർ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ടെൻഡുൽക്കർ. യെസ്, അടുത്ത ടോപ്പിക്കാണ് പോവർട്ടി മെഷർമെന്റ് ഇൻഡിക്കേറ്റേഴ്സ്. എന്തൊക്കെയാണ് പോവർട്ടി മെഷർമെന്റ് ഇൻഡിക്കേറ്റേഴ്സ്? നോക്കേ, ഈ ഹെഡ് കൗണ്ട് റേഷ്യോ നേരത്തെ പറഞ്ഞ കാര്യം. എന്താ ഹെഡ് കൗണ്ട് റേഷ്യോ? നമ്പർ ഓഫ് പുവർ പീപ്പിൾ ബൈ ടോട്ടൽ പോപ്പുലേഷൻ. അഥവാ ടോട്ടൽ 1000 പേരുണ്ടെങ്കിൽ എന്താണ് അതിൽ എത്ര കണക്കെന്ന്? 1000 പേരുണ്ടെങ്കിൽ അതിൽ 10 പേര് എന്താണ്? 10 പേര് എന്താണ് ഇവിടെ പൂർ ആണെന്നുണ്ടെങ്കിൽ എന്താ? 1:100 ആണ് എന്ത് ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. എന്താ BPL-ന്റെ സ്പെഷ്യലി പറഞ്ഞാൽ BPL-ന്റെ ഹെഡ് കൗണ്ട് റേഷ്യോ എന്താണ്? 100 പേരുണ്ടെങ്കിൽ ഒരാൾ എന്താണ്? ബിലോ പോവർട്ടി ലൈൻ. അത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ നേരത്തെ ടെൻഡുൽക്കറിൽ ഡിസ്കസ് ചെയ്ത കാര്യം. പോട്ടെ, പോവർട്ടി റേഷ്യോ. എന്താ പോവർട്ടി റേഷ്യോ? റൂറലിൽ 30.9% എന്താണ് സ്പെസിഫിക് ആയിട്ട് എന്താണ് ബേസ്ഡ് ഓൺ ടെൻഡുൽക്കർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 2011-12 കാലഘട്ടത്തിൽ റൂറലിൽ 30.9% പേര് എന്താണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അർബനിലാണെങ്കിലോ 26.4%. ജസ്റ്റ് സ്റ്റാറ്റ് ആണ്, അറിഞ്ഞിരിക്കുക. പിന്നെ പ്രൊപ്പോർഷണൽ പോപ്പുലേഷൻ നമുക്ക് എന്താണ് BPL-ന്റെ ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് എന്ത് നമുക്ക് മെഷർ ചെയ്യുന്നത്? പോവർട്ടി മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. BPL താഴെ എത്രത്തോളം ആൾക്കാരുണ്ട്, പ്രൊപ്പോർഷൻ എല്ലാം ഒരു ബോംബ് തന്നെടാ, പല രീതി തന്നെ റെപ്രസെന്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, സിംപ്ലി പറഞ്ഞാൽ പോവർട്ടി എന്തിന്റെ അടിസ്ഥാനത്തിലായി? ഇപ്പോൾ ഒന്ന് മിനിമം നീഡ്സ്, പിന്നെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതൊന്നും മാത്രം പോരാ, വേറെയും കുറെ കൂടെ കോംപ്രഹെൻസീവ് ഒരുപാട് ഐറ്റംസ്, ഇപ്പോൾ സാനിറ്റേഷൻ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണ്
പിൽക്കാലത്ത് വേറൊരു ഐറ്റം നിലവിൽ വരുന്നു. അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. നീതി ആയോഗും മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സും. ഒരു സിനിമയുടെ പേര് പോകണ്ട അല്ലേ, നീതി ആയോഗും അല്ലെ, സിന്ധുബാദും അല്ല അലാവുദ്ദീനും അത്ഭുത തുടങ്ങും. അതുപോലെ എന്താണ് നീതി ആയോഗും MPIയും. എന്താണ് MPI? മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. പോവർട്ടി ഇൻഡെക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ, പോവർട്ടി അളക്കാനുള്ള ഇൻഡെക്സ്. പക്ഷെ ഇതെന്താണ്? മൾട്ടി ഡയമെൻഷൻ എന്നാണ്. പല രീതിയിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തുകൊണ്ട് അല്ലെ, എല്ലാ ഡയമെൻഷനിലും കവർ ചെയ്തുകൊണ്ട്, മൾട്ടി ഡയമെൻഷൻ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് എന്ത്? MPI. നമുക്ക് ആദ്യം നീതി ആയോഗിനെ പറ്റി പറയാം. എനിക്ക് തോന്നുന്നു ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാണെന്ന് തോന്നുന്നു നീതി ആയോഗിനെ പറ്റി. നീതി ആയോഗ് എന്താണ് നമുക്കറിയാം. 1950 നേരത്തെ പറഞ്ഞ പോലെ എന്താണ് പ്ലാനിംഗ് കമ്മിറ്റി വരുന്നുണ്ട്. പക്ഷെ അതിനുശേഷം 2015 ലാസ്റ്റ് 5 ഇയർ പ്ലാൻ ഏതാടാ? 2012 മുതൽ 17 വരെ അല്ലേ. 2012 മുതൽ 17 വരെ അവസാനത്തെ 5 ഇയർ പ്ലാൻ എത്രാമത്തെയാ? 12th 5 ഇയർ പ്ലാൻ. എത്രാമത്തെയാ? 12th 5 ഇയർ പ്ലാൻ. അപ്പൊ അതിന്റെ ഇടയിൽ വെച്ചിട്ട് ആരിടയ്ക്ക് കയറുന്നത്? നീതി ആയോഗ്. അഥവാ കൃത്യമായിട്ട് പറഞ്ഞ 2015 ജനുവരി 1 എന്ത് കൊണ്ടുവരുന്നേ? നീതി ആയോഗ്. എന്ന് വെച്ചാൽ അതുവരെ പ്ലാനിംഗ് കമ്മീഷനിൽ ആരാളെ തീരുമാനിച്ചത്? ഡൽഹി. അത് മീൻസ് സെൻട്രലാണ് തീരുമാനിച്ചത് ഏതൊക്കെ ഫീൽഡിലാണ്, ഏതൊക്കെ സെക്ടറിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇത്തവണ ഏതിനാണ് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് നമ്മൾ എന്താണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് തീരുമാനിക്കുന്ന ആരാ? ഡൽഹി. അല്ലെങ്കിൽ സെൻട്രാണ് തീരുമാനിക്കുന്നത്. പക്ഷെ നീതി ആയോഗിന്റെ വരവോടെ സെൻട്രൽ മാത്രമാണോ? അല്ല, സ്റ്റേറ്റുകൾക്കും അതിലൊരു എന്താണ് പറയാനുള്ള ഒരു വോയിസ് കിട്ടി നീതി ആയോഗ്. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റൊരു പേര് പറയും തിങ്ക് ടാങ്ക് ഓഫ് ഗവൺമെന്റ്. എന്താണ്? ഗവൺമെന്റിന്റെ തിങ്ക് ടാങ്ക് എന്നാണ് എന്തിനു പറയുന്നത്? നീതി ആയോഗിനെ പറയുന്നത്. കൊണ്ടുവന്ന വർഷം ഏതാണ്? 2015 ജാനുവരി 1. അപ്പൊ നീതി ആയോഗിന്റെ വരവോടെ എന്ത് കൊണ്ടുവരുന്നു? നീതി ആയോഗാണ് നമുക്ക് നമുക്ക് MPI പ്രകാരം പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ MPI ഡെവലപ്പ് ചെയ്യുന്നത് UNDP ആണ്. UNDP നെക്സ്റ്റ് ഞാൻ പറയുന്നുണ്ടല്ലോ. UNDPയും ഓക്സ്ഫോർഡ് ബോർഡ് OPHI. ജസ്റ്റ് അതിന്റെ ഇതറിഞ്ഞാൽ മതി. UNDPയും OPHI ഓക്സ്ഫോർഡിന്റെ പോവർട്ടി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് എന്ത് കൊണ്ടുവരുന്നത്? നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്തേ MPI മൾട്ടി ഡയമെൻഷൻ പോവർട്ടി ഇൻഡെക്സ് ഓവറോൾ ലോകത്തെമ്പാടും UN അറിയില്ലാണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് അല്ലെ ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP. അപ്പോൾ അവര് ഓവറോൾ കൊണ്ടുവന്നു. അത് 2010 ആയപ്പോൾ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും അഡോപ്റ്റ് ചെയ്തു. പക്ഷെ ഇന്ത്യയിൽ 2005-2006 കാലഘട്ടം മുതലുള്ള കണക്ക് തന്നെ നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ മുതലേ കണക്കെടുത്ത് തുടങ്ങി, അസസ് ചെയ്ത് തുടങ്ങി. എന്തിന്റെ പേരിൽ? MPI. ഒന്നുകൂടെ പറയാം. 2010 പ്രോപ്പർ ആയിട്ട് ലോകമെമ്പാടും ഇത് എസ്റ്റാബ്ലിഷ് ആവുന്നത്. എന്താ? മൾട്ടി ഡയമെൻഷൻ പോവർട്ടി ഇൻഡെക്സ്. അതിന്റെ പേരിൽ എല്ലാം ഒന്ന് അളന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ 2005-2006 കണക്ക് നമുക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ അത് വെച്ചിട്ട് തന്നെ നമ്മൾ അനലൈസ് തുടങ്ങി. പിന്നെ അനലൈസ് ചെയ്യുന്നേ, പക്ഷെ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? അസസ് ചെയ്യാൻ പറ്റി. ഫ്രം 2005-2006 പിന്നെ അനലൈസ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ പഴയ ഡാറ്റ നമ്മുടെ ഉണ്ട്, ഈ കാലഘട്ടത്തെ ഡാറ്റ നമ്മുടെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് മുതൽ എടുത്ത് എന്ത് ചെയ്തു? നമ്മൾ അസസ് ചെയ്ത് തുടങ്ങി. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇതിൽ എത്ര ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്? 12 ആണോ? ഇന്ത്യയുടെ നീതി ആയോഗിൻ്റെ 12 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. UNDP കൊണ്ടുവന്ന കറക്റ്റ് ഉള്ളതിൽ 10 എണ്ണേ ഉള്ളൂ കേട്ടോ. 10 ഇൻഡിക്കേറ്റേഴ്സ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ശരി. അപ്പൊ ഈ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 24.82 കോടി ആൾക്കാരാണ് എന്ത് ചെയ്തത്? പോവർട്ടി ലൈൻ മറികടന്ന് പോയത്. 2005 മുതൽ 2006 വരെയുള്ള അവിടെ 2005-2006 തൊട്ട് തുടങ്ങി ഇങ്ങോട്ട് കണക്കെടുത്തപ്പോൾ ഇന്ത്യയിൽ എത്ര പേരാണ് പോവർട്ടി എസ്കേപ്പ് ചെയ്ത് പോയിട്ടുള്ളത്? 24.82 കോടി ജനങ്ങളാണ് പോവർട്ടി ലൈൻ ക്രോസ് ചെയ്ത് രക്ഷപ്പെട്ട. മീൻസ് ആ പൂവർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഇന്ന് രക്ഷപ്പെട്ടു പോയത്. ഇനി അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ രക്ഷപ്പെട്ട സ്റ്റേറ്റ് എന്ന് പറയണം ഉത്തർപ്രദേശ് അല്ലെങ്കിൽ UP ആണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ 24.82 crore പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്? പോവർട്ടി എസ്കേപ്പ് ചെയ്യുന്നു. അതിൽ ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ട ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? ഉത്തർപ്രദേശ്. ക്ലിയർ? ഇനി ഏതൊക്കെയാണ് നമ്മുടെ ഈ MPI ഡയമെൻഷൻ? ഓൾറെഡി പറഞ്ഞ എന്താണ്? മൾട്ടി ഡയമെൻഷണൽ ഇൻഡെക്സ് ആണല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? ഒരുപാട് ഡയമെൻഷൻ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ ഏതൊക്കെ ഡയമെൻഷൻ ഉണ്ട്? ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഏതൊക്കെയാണ്? ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഇപ്പോൾ ഹെൽത്തിൽ നിന്ന് ആക്ച്വലി 2 എണ്ണം, എഡ്യൂക്കേഷനിൽ നിന്ന് 3 എണ്ണം, സ്റ്റാൻഡേർഡ് ലിവിംഗ് 5 എണ്ണം. അങ്ങനെ 10 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ. ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ക്ലിയർ? ജസ്റ്റ് അറിഞ്ഞിരിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഏതൊക്കെ ഡയമെൻഷൻ അറിഞ്ഞിരിക്കുക. യെസ്. അടുത്ത ടോപ്പിക്കാണ് ലോറൻസ് കർവ്. എന്താണ് ലോറൻസ് കർവ് ആൻഡ് ജിനി കോഎഫിഷ്യന്റ്?
ഒന്ന് വെള്ളം കുടിച്ചോട്ടെ. ഓക്കെ, എടാ ലോറൻസ് കർവ് ആൻഡ് ജിനി കോഎഫിഷ്യന്റ്. ഓക്കെ, ലോറൻസ് കർവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെൽത്ത് എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ട്, അതായത് പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ടോ എന്ന് അളക്കുന്ന ഒരു അളവ് പോയിട്ട് എന്തിനെ കണ്ടാൽ മതി, ലോറൻസ് കർവ്. അഥവാ ഇതിനെ ഒന്ന് എന്ത് ചെയ്യുന്നു, ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നു. ഗ്രാഫിക്കലി എന്ത് ചെയ്യുന്നു, റെപ്രസെന്റ് ചെയ്യുന്നു. ആ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫിനെ എന്ത് വിളിക്കും, ലോറൻസ് കർവ്. ഞാൻ ഗ്രാഫ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, ഇതാണ് എന്ത്, ലോറൻസ് കർവ്. അഥവാ നോക്കേ, ഈ സൈഡിൽ നമ്മൾ എത്രത്തോളം ഇൻകം ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ അളവാണ്. ഈ സൈഡിൽ എന്താണ്, ആ കുറവ് മുതൽ കൂടുതൽ വരെയുള്ള ആ ഒരു ലെവൽ, എത്രത്തോളം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം ഏൺ ചെയ്യുന്നുണ്ടതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് ഷെയർ ആണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് ഐഡിയ വെച്ചേക്കുക. ഓക്കെ ഓക്കെ, ഇതിലെ കറക്റ്റ് 45 ഡിഗ്രി പോകുന്ന ഈ ലൈനാണ് ലൈൻ ഓഫ് ഇക്വാലിറ്റി. ലൈൻ ഓഫ് ഇക്വാലിറ്റി അഥവാ ഇതിങ്ങനെ പോയി ഈ സ്ലോപ്പ് പക്കയാണ്. ഞാൻ അർത്ഥം എന്താ, 100 പേരുണ്ടെങ്കിൽ നോക്കി 100 പേരുണ്ട്. ടോട്ടൽ പോപ്പുലേഷൻ എത്ര, 100 പേരാ. 10,000 രൂപയാണ് എൻ്റെ ടോട്ടൽ ഇൻകം. അതാണ് ഇവിടുത്തെ പറയുന്ന ക്യുമുലേറ്റീവ് ഇൻകം. ഇത് ക്യുമുലേറ്റീവ് ഇൻകം. ഇതെന്താണ്, സോറി ഇതാണ്, ഇത് ക്യുമുലേറ്റീവ് ഇൻകം. ഇതെന്താണ്, നമുക്ക് അതിനെ ഓരോരുത്തർ നേടുന്ന ഷെയർ എത്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആൾക്കാരുടെ എണ്ണം, ഇത് ക്യുമുലേറ്റീവ് ഷെയർ, ഇത് ടോട്ടൽ ഷെയർ. അപ്പോൾ ഒരാൾ എത്ര വീതം സമ്പാദിക്കുന്നുണ്ടടാ, 100 ആൾക്കാരും 100 വീതം സമ്പാദിച്ചിരുന്നെങ്കിൽ ടോട്ടൽ എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നു, ഒരേപോലെ എന്താണ് ഇൻകം ഉണ്ട്. കാണാൻ തന്നെ എല്ലാവർക്കും ഒരേപോലെ ഇൻകം ഉണ്ട്, എല്ലാവരും ഒരേപോലെ സമ്പാദിക്കുന്നു. 100 പേര് 100 സമ്പാദിക്കുന്നു, 10,000 രൂപ, എല്ലാവരും ഹാപ്പി. ഓക്കെ, എൻ്റെ രാജ്യത്ത് എത്ര പേരുണ്ട്, മനസ്സിലാക്കി പോക്കോണേ. എൻ്റെ രാജ്യത്ത് 100 പേരുണ്ട്. ഈ 100 പേരും 100 രൂപ സമ്പാദിക്കുന്നു. മൊത്തം വരുമാനം എത്ര, 10,000 രൂപ. ഹാപ്പി. ഇങ്ങനെ പോകുന്നെങ്കിൽ ആ ലൈൻ കറക്റ്റ് എങ്ങനെ പാസ് ചെയ്യും, 45 ഡിഗ്രി ലൈൻ ഓഫ് ഇക്വാലിറ്റി. ക്ലിയർ? പക്ഷെ റിയാലിറ്റി അങ്ങനെയാണോ? റിയാലിറ്റി അങ്ങനെയല്ല. കുറച്ച് പേരുടെ കയ്യിൽ കൂടുതൽ കാശുണ്ട്. അഥവാ ചിലപ്പോൾ ഒരാളുടെ കയ്യിൽ തന്നെ 10,000 രൂപ കാണാം, മറ്റേ 99 ആൾക്കാരുടെ കയ്യിലും 0 റുപ്പീസ് ആയിരിക്കും. അപ്പോൾ നോക്കുമ്പോഴും ടോട്ടൽ ആൾക്കാർ എത്ര പേരുണ്ട്, 100 പേര്. ടോട്ടൽ വരുമാനം എത്രയുണ്ട്, 10,000. പക്ഷെ ഇത് ഈക്വൽ ആണോ, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ? അല്ല. ഇതാണ് ഐഡിയ. ഓക്കെ, 99 പേരുടെ 0 ഉണ്ടായി, ഒരാൾ 10,000 ഉണ്ടായി. ഈക്വൽ ആണോ? അല്ല, പക്ക ഇൻഈക്വൽ. അതുപോലെ ഏറ്റവും ഈക്വൽ ഏതാടാ, 100 പേരും 100 രൂപ കൊണ്ടുവന്നു, ടോട്ടൽ 10,000, ഹാപ്പി. അപ്പൊ ഇങ്ങനെ പക്കയായിട്ട് എല്ലാവരും കൊണ്ടുവന്നെങ്കിൽ ഈ ലൈൻ എന്ത് വിളിക്കുമായിരുന്നു, ലൈൻ ഓഫ് ഇക്വാലിറ്റി. പക്ഷെ അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഒരു ഇൻഇക്വാലിറ്റി വരും. ആ ഇൻഇക്വാലിറ്റി ഉണ്ടെങ്കിൽ ഇതെങ്ങനെ വളയോടാ, ഇങ്ങനെ കെർവ്. ഈ കെർവിനെ വിളിക്കുന്ന പേരാണ് ലോറൻസ് കർവ്. ഈ കെർവിനെ വിളിക്കുന്ന പേരാണ് ലോറൻസ്. അപ്പൊ ഈ കെർവിന്റെ ആ ഒരു ഷേപ്പ് എത്രത്തോളം കെർവിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ആ ഇൻഇക്വാലിറ്റി ലെവൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടെ പറയാം, ഈ കെർവിന്റെ ആ വളവ്, അല്ലെ കെർവിന്റെ വളവ്, അതെ, കെർവിന്റെ വളവ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് ഇൻഇക്വാലിറ്റി എത്രത്തോളാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ ലോറൻസ് കർവിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി നോക്കി, ഇതിന്റെ കൂടെ ചേർന്ന് പഠിക്കേണ്ട ഒരു ടേം ആണ് ജിനി കോഎഫിഷ്യന്റ്. ഇത് ഫോമിൽ നോക്കി ഒരുപാട് പാടാ, ഫോമിൽ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഇതിന്റെ ഐഡിയ വെച്ചേക്കുക. ജിനി കോഎഫിഷ്യന്റ് അതിന്റെ ഒരു അളവ് സ്കെയിൽ എന്ന് പറയുന്നത് 0 to 1 ആണ്. എത്രയാണ്, സിംപ്ലി 0 to 1. 0 എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഇക്വാലിറ്റി. അഥവാ ഈ ലൈൻ നോക്കിയടാ, ഈ 45 ഡിഗ്രി പോകുന്ന ഈ ലൈൻ ഇല്ലേ, 45 ഡിഗ്രി കറക്റ്റ് പാസ് ചെയ്താൽ നമ്മുടെ ജിനി കോഎഫിഷ്യന്റ് വാല്യൂ എത്രയാ, 0. ഇനി ഒട്ടും ഇൻഈക്വൽ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഒരാൾക്ക് 10,000 രൂപ സമ്പാദിക്കുന്നു, 99 പേരും 0 സമ്പാദിക്കുന്നു. അൺഈക്വൽ അല്ലേ, മാക്സിമം അൺഈക്വൽ അല്ലേ. ഇങ്ങനത്തെ കേസിൽ ജിനി കോഎഫിഷ്യന്റ് എത്രയാണ്, 1 ആണ്. ജിനി കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പോൾ മാക്സിമം അൺഈക്വൽ ആണ്. ഇതാ നോക്കി, പെർഫെക്റ്റ് ഇൻഇക്വാലിറ്റി കാണാവോടാ. പെർഫെക്റ്റ് ഇൻഇക്വാലിറ്റി എന്താണ്, ജിനി കോഎഫിഷ്യന്റ് 1 ആണ്. പെർഫെക്റ്റ് ഈക്വൽ ആണെങ്കിൽ എന്താണ്, 0 ആണ്. ജസ്റ്റ് ഐഡന്റിഫൈ വെച്ചേക്കുക, മനസ്സിലാക്കി വെച്ചേക്കുക. ക്ലിയർ? ഇപ്പോൾ ലോറൻസ് കർവ് എന്താണ്, വെൽത്ത് ഡിസ്ട്രിബ്യൂഷനും ഇൻകം ഇൻഇക്വാലിറ്റി മെഷർ ചെയ്യുന്ന ഒരു കർവ് ആണ്. ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റ് എന്ത് പറയുന്നത്, നമുക്ക് ലോറൻസ് കർവ് എന്ന് വിളിക്കാം. ക്ലിയർ? നോക്കി, എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരണം. ഒരു 3 രാജ്യത്തിനെ കൊണ്ട്, 3 രാജ്യങ്ങൾ, സ്വീഡൻ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക. സ്വീഡനിലെ ജിനി കോഎഫിഷ്യന്റ് 0.25 ആണ്. എത്രയാടാ, 0.25. അഗെയിൻ 0, 1 ഇതിന് അകത്തായിരിക്കും എപ്പോഴും നിൽക്കുന്നുണ്ടാവുക. ഇത് ഈ 0യും 1 ഒരിക്കലും ആവില്ല. 0യും 1 ഒരിക്കലും റിയലിസ്റ്റിക്കലി ഒരിക്കലും പോസിബിൾ അല്ല, ഉട്ടോപിനാശയാണ്. 0യും 1 ഒരിക്കലും ആവില്ല. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. 0 മീൻസ് പെർഫെക്റ്റ്ലി ഈക്വൽ, 1 എന്താ, പെർഫെക്റ്റ്ലി ഇൻഈക്വൽ. ക്ലിയർ?
ഇവിടെ 0.25 ആണ്, ഇത് റിയൽ വാല്യൂ ആണ്. സിവിലിൽ 0.25 ആണ് ജിനി കോഎഫിഷ്യന്റ്. അപ്പോൾ അതിന്റെ മീനിങ് എന്താണ്? കുറെ കൂടെ ഈക്വൽ ആണ് അല്ലേ? നമുക്ക് എന്താണ് സീറോയുടെ അടുത്തോട്ട് നിപ്പുണ്ട്. അപ്പോൾ അതിന് അർത്ഥം എന്താ? നല്ല ഈക്വല, കമ്പാരിറ്റീവ്ലി നല്ല ഈക്വല. ഇന്ത്യയിലോ 0.35 ആണ്. ഇത് മൈനസ് അല്ല, ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. 0.35 എന്ന് വെച്ചാൽ എന്താണ്? ഏതാണ്ട് ഇൻഇക്വൽ ഉണ്ട്, പക്ഷേ പക്ക ഈക്വൽ അല്ല, പക്ഷേ ഏതാണ്ട് ഇൻഇക്വാലിറ്റി ഇവിടെ കാണാൻ പറ്റും. അതാണ് എന്ത് ഇന്ത്യയുടെ കാര്യം. ദെൻ സൗത്ത് ആഫ്രിക്കയിലോ 0.63. നോക്കിയാടാ, നമ്മൾ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും കോഎഫിഷ്യന്റ് കൂടുതൽ ആർക്കാ? സൗത്ത് ആഫ്രിക്ക. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ഇറ്റ്സ് വെരി അൺഈക്വൽ. ഇവരുടെ എന്താ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ വളരെ അൺഈക്വൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഗിനി കോഎഫിഷ്യന്റ് ഉപയോഗിച്ച് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എത്രത്തോളം കറക്റ്റ് ആണ്, ഈക്വൽ ആണോ അൺഈക്വൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ലോറൻസ് കർവും ഗിനി കോഎഫിഷ്യന്റും. ഓക്കെടാ, നമുക്കിനി ഒരു 5-6 ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ഇന്ന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ കവർ ചെയ്യാം നമ്മൾ? പോവർട്ടിയുടെ കാലിപ്പേജ് എഴുതാം അല്ലേ? പോവർട്ടിയുടെ ആ ഇൻഡെക്സ് എന്തൊക്കെയാണ്, പിന്നെ അതിൻ്റെ പഴയ കമ്മിറ്റീസ് ഏതൊക്കെ എന്ന് പറയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഓടിച്ച് ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്നൊന്ന് ലൈവാണെന്ന് വിചാരിച്ചാൽ കൊണ്ടുവച്ച് ലൈവ് അല്ല നമുക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ഞാൻ തന്നെ പറയാം, ആൻസർ ഞാൻ തന്നെ പറയാം. ഓക്കെ, നോക്കിയടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൂൾ? ഇത് നമ്മൾ ഇന്ന് പഠിച്ചത് മാത്രമല്ല, കഴിഞ്ഞ കുറേ ക്ലാസ്സുമായിട്ട് കവർ ചെയ്ത അതിൻ്റെ കാര്യങ്ങളാണ്. ജസ്റ്റ് ഞാൻ Q&A മാത്രം പറഞ്ഞു പോകാം, എക്സ്ട്രാ ഫാക്ട്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. താഴെ പറയുന്നത് മോണിറ്ററി പോളിസി ടൂൾ അല്ലാത്തത് ഏത്? നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ക്വസ്റ്റ്യൻ വായിക്കണം. ടൂൾ ആണെന്നാണോ അല്ലെന്നാണോ ചോദിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുക. ചിലടത്ത് നമ്മുടെ വാങ്ങിയുമ്പോഴേക്കും ചിലപ്പോൾ ബോൾഡ് ആയിട്ട് നോട്ട് കൊടുത്തേക്കും, ചിലപ്പോൾ അങ്ങനെ കൊടുത്തേക്കില്ല. അപ്പോൾ സില്ലി മിസ്റ്റേക്ക് വരുത്തരുത്, ക്രൈമാണ് സില്ലി മിസ്റ്റേക്ക്. ഓക്കെ, ദെൻ താഴെ പറഞ്ഞത് മോണിറ്ററി പോളിസിയുടെ ടൂൾ അല്ലാത്തത് ഏത്? മോണിറ്ററി പോളിസി കൊണ്ടുവരുന്ന ആരാടാ? RBI അല്ലേ? RBI ആണ്. ഗവൺമെന്റ് കൊണ്ടുവന്ന ഏതാ? ഫിസ്ക്കൽ പോളിസിയാണ്. അറിയാലോ, കോഡൊക്കെ വെച്ച് പറഞ്ഞാണ് മോണിറ്ററി പോളിസി. മണി പ്രിന്റ് ചെയ്യുന്ന ആരാണ്? RBI ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, മറ്റേത് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. റീപ്പോ റേറ്റ് ആരാ കൊണ്ടുവന്നേ? RBI. CRR ക്യാഷ് റിസർവ് റേഷ്യോ ആരാ? RBI. റിവേഴ്സ് റിപ്പോ റേറ്റ് ആരാ? RBI. അപ്പോൾ ഇടയ്ക്ക് വരുന്ന ആരാ? ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഇത് ആരുടെ ടൂൾ അല്ല? നമ്മുടെ മോണിറ്ററി പോളിസിയുടെ RBIയുടെ ടൂൾ അല്ല എന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ക്ലിയർ? ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. RBI റിപ്പോ റേറ്റ് കൂട്ടിയാൽ എന്താ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? അതിന്റെ ആഫ്റ്റർ മാത്ത് എന്താണെന്ന് ചോദിക്കുന്നത്. ഇഫ് RBI ഇൻക്രീസ് ദ റിപ്പോ റേറ്റ് ഇറ്റ് യൂഷ്വലി ലീഡ്സ് ടു ഡാഷ്. എന്താടാ? മണി സപ്ലൈ കൂടുമോ? ഇല്ല അല്ലേ? റിപ്പോ റേറ്റ് കൂട്ടും എന്താ സംഭവിക്കുന്നത്? മണി സപ്ലൈ കുറയും. അഥവാ നമ്മുടെ എക്കോണമിയിൽ ആ ഒരു എക്സ്ട്രാ വരുന്ന ആ ഇൻഫ്ലേഷൻ, ആ ഒരു എക്കോണമി എന്താ അതിനെ ബാധിച്ച് ആ റേറ്റ്, ആ എമൗണ്ട് തിരിച്ച് എങ്ങോട്ട് വരും? RBI അല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് പോകുന്ന ഒരു സാധനം. അഥവാ ഇത് എന്തിലേക്ക് നയിക്കൂടാ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഡിക്രീസ് ഇൻ ബോറോയിങ് ആൻഡ് സ്പെൻഡിങ്. കോമൺ മാൻ്റെ ബോറോയിങ്ങിനും സ്പെൻഡിങ്ങിനെയും ബാധിക്കും, അതിൻ്റെ അളവ് കുറയും. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, ഇൻവെസ്റ്റ്മെന്റ് കുറയില്ല, മണി സപ്ലൈ കൂടില്ല, ഡിക്രീസ് ഇൻ ബോറോയിങ് ആൻഡ് സ്പെൻഡിങ്. ഓക്കെ, yes. Third question, which of the following is an example of a quantitative tool of monetary policy? നമുക്കറിയാം മോണിറ്ററി പോളിസി 2 തരത്തിലുണ്ട്, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും. ഓക്കെ, ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ടൂളിന് എക്സാമ്പിൾ ഏതാടാ? ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള എന്തായിരിക്കും? ഒബ്വിയസ്ലി ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. മോറൽ സുവേഷൻ എന്താണ്? ക്വാളിറ്റേറ്റീവ് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ? ക്വാളിറ്റേറ്റീവ് ആണ് അല്ലേ? ദെൻ ഓപ്പൺ മാർക്കറ്റ് അവിടെ നിൽക്കട്ടെ, ക്രെഡിറ്റ് റേഷനിങ് ക്വാളിറ്റേറ്റീവ്, മാർജിൻ റിക്വയർമെന്റ് ക്വാളിറ്റേറ്റീവ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാടാ? ഓപ്ഷൻ സി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സി അല്ല BB കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ് ആണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ് മോണിറ്ററി പോളിസിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൂൾ. ദെൻ RBIയുടെ ഫംഗ്ഷൻ അല്ലാത്തത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ കൊണ്ട് ജസ്റ്റ് റിവിഷൻ ആയിട്ട് കണ്ടാൽ മതി. കറൻസി ഇഷ്യൂ ചെയ്യുന്നു. അതെ, RBI കറൻസി ഇഷ്യൂ ചെയ്യുന്നു. ചെയ്യുന്നു. മാനേജിങ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. അതെ. ആക്ടിങ് ആസ് എ ബാങ്ക് ടു ദ ഗവൺമെന്റ്. അതെ. കൺട്രോളിങ് ഡയറക്റ്റ് ടാക്സ്. ടാക്സിനെ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള അധികാരം RBIക്ക് ഉണ്ടോ? ഇല്ല. അതിന് മറ്റൊരു ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? CBDT അല്ലേ? CBDT. നിങ്ങൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾ CGL ക്രാക്ക് ചെയ്താൽ നമുക്ക് CBDT തന്നെയാണ്. ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ ഉണ്ട്. ഏതാ? GST ഓഫീസറൊക്കെ, GST ഇൻസ്പെക്ടറൊക്കെ ഏതിനകത്ത് വരുന്ന പോസ്റ്റാണ്? CBDTയിലാണ് വരുന്ന പോസ്റ്റ് കേട്ടോ. GST അല്ലേ? അതെ, ഡയറക്റ്റ് ടാക്സ്. ഇൻഫ്ലേഷൻ കോസ്റ്റ് ബൈ ഇൻക്രീസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് കോൾഡ് എന്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിമാൻഡ് കൂടിയാൽ അത് പ്രൈസിനെ ഡിമാൻഡ് കൂടുന്നത് കാരണം വരുന്ന പണപ്പെരുപ്പം അല്ലെങ്കിൽ സാധനങ്ങൾ വില വർദ്ധിക്കുന്നത് എന്ത് വിളിക്കാം നമുക്കത്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ദെൻ സ്പീഡിൽ പോകണേ. വിച്ച് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് ആൻ എക്കണോമിക് റിസഷൻ? സാമ്പത്തിക മാന്ദ്യമുള്ള സമയത്ത് എന്ത് ടൈപ്പ് അൺഎംപ്ലോയ്മെന്റ് ആണ് ഉണ്ടാവുന്നത് ചോദിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എന്താണ് അൺഎംപ്ലോയ്മെന്റ്? നമുക്കറിയാം 4 തരത്തിലുണ്ട്. അതിൽ
ഇത് ഉത്തരം ഏതാടാ? സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ വേരിയേഷൻസ് കാരണം അല്ലെങ്കിൽ എക്കണോമിയുടെ വേരിയേഷൻ കാരണം നമ്മുടെ പണി പോവുകയാണ് എന്ത് വിളിക്കാം നമുക്കത്? സൈക്ലിക്കൽ. അതിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരുന്നത് എങ്ങനെ? സൈക്കിൾ പോലെ അല്ലേ? അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? എക്കണോമി വരുന്ന ചേഞ്ച് കൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ്? സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. സാമ്പത്തിക മാന്ദ്യമുള്ള സമയത്ത് നമ്മുടെ പണി പോയാൽ അതിനകത്ത് വരുന്നത്. ക്ലിയർ? 7th question, ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് എന്താണ്? എന്താ ലോ ഓഫ് ഡിമാൻഡ്? പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം, അത്രേ ഉള്ളൂ. അതെങ്ങനെയാ ബന്ധം? എങ്ങനെയാടാ? നമുക്കറിയാം, പ്രൈസ് കൂടുമ്പോൾ സാധനത്തിന് വില കൂടിയാൽ ഞാൻ വാങ്ങാനുള്ള സാധ്യത കുറയും. സാധനത്തിന് വില കൂടിയാൽ ഞാനത് വാങ്ങൂ? ഇല്ല. ചായക്ക് 10 20 ഞാൻ ചായ വാങ്ങൂല, ഞാൻ പോയി കാപ്പി വാങ്ങും അല്ലേ? അപ്പോൾ ഒരു സാധനത്തിന് വില കയറിയാൽ ഡിമാൻഡ് കുറയും. അപ്പോൾ അതിന് എന്ത് വിളിക്കാം? നമുക്ക് എന്ത് വിളിക്കാം? ഇൻവേഴ്സ് റിലേഷൻ. എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ. അപ്പോൾ പ്രൈസ് ഡിമാൻഡ് റിലേഷൻ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ. എക്സ്ട്രാ പോയിന്റ് എന്താ? അത് ഗ്രാഫ് വരച്ച് എങ്ങനെയായിരിക്കും അവിടെ? നെഗറ്റീവ് സ്ലോപ്പ് അല്ലേ? നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. നെഗറ്റീവ് സ്ലോപ്പ്. രണ്ട് ഓപ്ഷനും കൂടെ. ഇന്റർസെക്ഷൻ പോയിന്റ് ഓഫ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ്. നമുക്ക് ഡിമാൻഡ് കർവ് അറിയാലോ. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷനാണ്. അതെങ്ങനെയാണ് പോകുന്നത്? ഇപ്പോൾ വരച്ചു ഇങ്ങനെ അല്ലേ? ഇനി പ്രൈസും സപ്ലൈ കർവിൻ്റെ കർവ് എങ്ങനെയാണ് പോകുന്നത്? പോസിറ്റീവ് കർവ് ആണ് അല്ലേ? ഇപ്പോൾ ഈ രണ്ടിൻ്റെയും മീറ്റിംഗ് പോയിന്റ് എന്ത് വിളിക്കാം നമുക്ക്? പറഞ്ഞു ഇതൊക്കെ പഠിപ്പിച്ച പോയിന്റ് എന്താണ്? ഇക്വിലിബ്രിയം പോയിന്റ്. എന്താണ്? ഇക്വിലിബ്രിയം പോയിന്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വായിച്ച് ആൻസർ ചെയ്താൽ മതി, ഒന്നുമില്ല. എക്കണോമിക്സ് പൊതുവെ ഇങ്ങനെ സ്ഥിരം വരുന്ന ക്ലീഷേ ക്വസ്റ്റ്യൻസ് ആണ്, ബേസിക് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഒരിക്കൽ പഠിച്ചാൽ പിന്നെ മറക്കത്തില്ല. സ്റ്റിൽ അവിടെ നിന്ന് ഇവിടുന്ന് തെന്നിയും തീർച്ചയൊക്കെ കുറച്ചുകൂടെ കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നുണ്ട്, അതും കൂടെ നോക്കിയിട്ട് പോവാം. ഓക്കെ. If demand for a product remains unchanged despite changes in price, the demand is said to be dash. എന്താണ്? ഒരു സാധനത്തിന്റെ വില കൂടിയിട്ടും അതിന്റെ ഡിമാൻഡിനെ ബാധിക്കുന്നില്ല. നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് എന്താ? ലോ ഓഫ് ഡിമാൻഡ്. ഒരു ലോ പറയുക, നിയമമാണ്. എന്താ നിയമം? പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയണം, അത് ലോ ആണ്. പക്ഷേ ചില കേസിൽ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം ജിഫൻ ഗുഡും വെബ്ലൻ ഗുഡും അല്ലേ? വെബ്ലൻ എന്താ? ലക്ഷറി പ്രോഡക്റ്റ്. ഇപ്പോൾ ഒരു ലംബോർഗിനി കാർ, അതിന്റെ വില കൂടിയാലും കുറഞ്ഞാലും വാങ്ങേണ്ടവൻ വാങ്ങും. അതിന്റെ വില അതിനെ സ്വാധീനിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ ഗിഫൻ ഗുഡ്, അരി, നമുക്ക് അവശ്യ സാധനം. എന്താണ്? വില കൂടിയാലും കുറഞ്ഞാലും വാങ്ങേണ്ട, നമുക്ക് വാങ്ങേണ്ട ആരൊക്കെ? നമ്മളൊക്കെ തന്നെ അല്ലേ? വാങ്ങണം. അതിന് വില കൂടിയാലും വാങ്ങാൻ നമ്മൾ എന്താണ്? വാങ്ങിപ്പോവും. ആഹാരമല്ല, ഞാൻ കഴിക്കണ്ടേ? അപ്പോൾ ഗിഫൻ ഗുഡും വെബ്ലൻ ഗുഡും എന്താണ്? ഇതിന് എക്സെപ്ഷൻ കേസാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്രൈസ് കൂടിയാലും ഡിമാൻഡ് കുറയോ? കുറയത്തില്ല. പ്രൈസ് കൂടിയാലും ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യില്ല. റിമെയിൻസ് അൺചേഞ്ച്ഡ്. കൂടത്തുമില്ല കുറയത്തുമില്ല. കൂടത്തുമില്ല കുറയത്തുമില്ല. അതാണ് എന്ത്? ഇവിടെ നമുക്ക് എന്ത് വിളിക്കാം അതിനെ? ഇൻഎലാസ്റ്റിക്. എന്താണ്? ഇൻഎലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഎലാസ്റ്റിക് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും കാര്യമായിട്ട് എന്തിനെ ബാധിക്കുന്നില്ല? ഡിമാൻഡിനെ ബാധിക്കുന്നില്ല. അതിന് എന്ത് വിളിക്കാം നമുക്ക്? ഇൻഎലാസ്റ്റിക് ഡിമാൻഡ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫ്ലേഷൻ റെഫേഴ്സ് ടു ഡാഷ്. ഡിഫ്ലേഷൻ റെഫേഴ്സ് ടു എന്താ ഡിഫ്ലേഷൻ? എടാ ഇൻഫ്ലേഷൻ എന്താടാ? പണപ്പെരുപ്പം എന്ന് പറയുന്നത് പണപ്പെരുപ്പാണ്, പക്ഷേ ബേസിക്കലി എന്താ? അത് സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു. ഇപ്പൊ ഡിഫ്ലേഷൻ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. കണ്ടിന്യൂസ് ഫോൾ ഇൻ പ്രൈസസ്. കണ്ടിന്യൂസ് ഫോൾ ഇൻ പ്രൈസസ്. ഓക്കെ. യെസ്, ഇത്രയുമാണ് നമുക്ക് ഇന്നുണ്ടായിരുന്ന 10 ക്വസ്റ്റ്യൻസും. അത്യാവശ്യം മെയിൻ പോയിന്റ്സ് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ഫാസ്റ്റിൽ പോയെന്ന് എനിക്കറിയാം, പക്ഷേ റിവിഷൻ നമുക്ക് ഒന്നാമത്തെ റെക്കോർഡ് ക്ലാസ് ആണ്, അപ്പോൾ എനിക്ക് ലൈവ് പോലെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റത്തില്ല. രണ്ട്, നമുക്ക് എന്താണ് ഓൾറെഡി എല്ലാം എളുപ്പമുള്ള ടോപ്പിക്കാണ്. ഒരു ഓട്ടപ്രദക്ഷിണം അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ബാക്കി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അത്യാവശ്യം ഇൻഡെപ്ത് കവർ ചെയ്ത് പോയ കാര്യങ്ങളാണ്. അത് കാണാത്ത എന്ത് ചെയ്യുക? ഉറപ്പായിട്ട് കണ്ടിട്ട് തന്നെ എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്ത് പോവുക. ഒരു കണക്ഷൻ കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. കാണാം നമുക്ക്.